Okay, so what is sampling theorem and what is aliasing effect and what is Nyquist rate of sampling? ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, എല്ലാം ഓൾ അറൗണ്ട് ആൻ ഇക്വേഷൻ എന്താണ്? ആ ഒറ്റൊരു ഇക്വേഷൻ നോക്കിയാൽ മതി അല്ലേ? സാമ്പിളിംഗ് തിയറം ആണെങ്കിൽ എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. ഓക്കെ, ഇനി aliasing effect ആണെങ്കിൽ എഫ് എസ് ലെസ് ദാൻ 2FM. ഓക്കെ, ആൻഡ് Nyquist rate of sampling ആണെങ്കിൽ എഫ് എസ് ഈസ് ഈക്വൽ ടു 2FM. ഓക്കെ, ആ ഇക്വേഷൻസ് ഓർത്തിട്ട് അത് വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് യു ഷുഡ് ഡ്രോ ദ ഫിഗർ ഓൾസോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് അതിൻ്റെ ന്യൂമറിക്കൽസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ പ്ലീസ് റൈറ്റ് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ. ദറ്റ് ഈസ് for a given continuous time signal x of t is equal to 2 sine cos 250 pi t. Find first one maximum frequency component present, second one Nyquist rate of sampling and sampling period, and third one discrete time signal obtained when x of t is sampled at sampled at Nyquist rate. That is the third question. So for a given continuous time signal x of t is equal to 2 cos 250 pi t. Okay, അതിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. What is maximum frequency component present, and what is the Nyquist rate of sampling and also sampling period, and finally discrete time signal obtained when x of t is sampled at a Nyquist rate. മെയിൻ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്താൽ എന്നോട് പറയാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? സോ എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് തന്നിരിക്കുന്ന കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 cos 250 pi t അല്ലേ? ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ് ഓഫ് ടി എന്താണ്? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 cos 250 pi t. ദിസ് ഈസ് അവർ കണ്ടിന്യൂസ് ടൈം ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മാക്സിമം ഫ്രീക്വൻസി കോമ്പണന്റ് പ്രസന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം ഫ്രീക്വൻസി കോമ്പണന്റ് പ്രസന്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് FM. കണ്ടുപിടിച്ചേ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും നോക്കിയേ. എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്,
അത് നമുക്ക് എഫ് എം കണ്ടുപിടിക്കണം. ഓക്കെ, മാക്സിമം ഫ്രീക്വൻസി കോമ്പണന്റ് എഫ് എം അതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അനുശ്രീ, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞേ. ഈ ഇക്വേഷൻ ഒമേഗ ഈക്വൽ ടു 250 വരും. ഒമേഗ ഈക്വൽ ടു 250 മാത്രാണോ? 250 പൈ. 250 പൈ ഒമേഗ ടി അല്ലേ? നമ്മൾ നോർമലി കോസ് ഒമേഗ ടി ഇൻസ്റ്റെഡ് ഓഫ് ഒമേഗ ടി ദർ 250 പൈ ഉണ്ട്. ഓക്കെ, ഇനി ദെൻ എന്നിട്ട് അതിൽ എഫ് എം എങ്ങനെ കണ്ടുപിടിക്കാം? അത് ഒമേഗ എം അല്ലേ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഓക്കെ, 2 പൈ. ഓക്കെ, ഗുഡ്. അപ്പൊ എന്താണ് തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കുക. ഇക്വേഷൻ നോക്കിയാൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണ്? കോസ് ഒമേഗ ടി അല്ലേ? അപ്പൊ നോർമലി കോസ് ഒമേഗ ടി എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അവിടെ 2 cos 250 പൈ ടി ഉള്ളത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഒമേഗ ദ വാല്യൂ ഈസ് 2 പൈ ടി. സോ ഇവിടെ ഒറ്റ ഒരു ഫ്രീക്വൻസി കോമ്പണന്റേ ഉള്ളൂ അല്ലെ? ഈ സിഗ്നലിൽ ഒറ്റ ഒരു ടേമേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് തരുന്ന സിഗ്നൽസിൽ ഇപ്പൊ 2 cos 250 പൈ ടി പ്ലസ് 3 sin 500 പൈ ടി അങ്ങനെയൊക്കെ ഡിഫറെന്റ് ടേംസ് വരാം. അപ്പൊ അവിടെ മോർ ദാൻ 1 ഫ്രീക്വൻസി കോമ്പണന്റ് വരും. സോ നമുക്ക് അതിൽ നിന്ന് മാക്സിമം ഉള്ളത് ഏതാണെന്ന് നോക്കണം. ഇവിടെ ഇപ്പൊ ഒറ്റൊരു സിംഗിൾ ഫ്രീക്വൻസി കോമ്പണന്റേ ഉള്ളൂ. സോ നമുക്ക് അതിനെ ഒമേഗ എം ആക്കി എടുക്കാം. Then what is FM? FM is equal to omega m by 2 pi. That is equal to 250 pi divided by 2 pi. That is equal to what? 125 hertz. Okay, 125 hertz. Okay, അപ്പോൾ അത് ക്ലിയർ ആണ്. Then second question എന്താണ്? Second question എന്താണ്? Nyquist rate of sampling and sampling period. അല്ലേ? എന്തായിരുന്നു Nyquist rate of sampling? Nyquist rate of sampling. Fs is equal to 2fm. അതല്ലേ Nyquist rate of sampling. ഓക്കെ, അപ്പം എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? Nyquist rate എന്ന് പറഞ്ഞാൽ എത്രയാണ്? Fs is equal to 2fm. So that is equal to 2 into what is fm? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 125 അല്ലേ? So that is equal to 250 hertz. This is Nyquist rate of sampling. മനസ്സിലായോ? Nyquist rate of sampling എന്ന് പറഞ്ഞാൽ എന്താണ്? Fs is equal to 2fm ആണ്. So we have to find Fs അല്ലേ? FM already obtained ചെയ്തു 125. So 2 into 125 that is 250 hertz. And what is sampling period? Sampling period എങ്ങനെ കണ്ടുപിടിക്കാം? Sampling period എന്താണ്? Sampling period എന്താണ്? Sampling period എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, TS അല്ലേ? TS ആണ് കണ്ടുപിടിക്കേണ്ടത്. So we already obtained the value of Fs. That is equal to what? That is 250 hertz. Okay, ഇവിടെ already Fs കിട്ടി കഴിഞ്ഞു. Then TS is equal to what? 1 by Fs. That is equal to 1 by 250. That is equal to what? 4 into 10 raised to minus 3 seconds. Or we can also write 4 milliseconds. Period or milliseconds. Okay. Then third question എന്തായിരുന്നു? Discrete time signal obtained when x of t is sampled at a Nyquist rate. നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ x of t സാമ്പിൾഡ് റേറ്റിലാണ് നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് Fs is equal to 2fm. ദാറ്റ് ഈസ് 250 ഹെർട്സിലാണ് നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ? അതാണ് ക്വസ്റ്റ്യൻ അല്ലേ? സോ അത് എങ്ങനെ എഴുതാം? തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാം സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച സാധനങ്ങൾ ഇവിടെ യൂസ് ചെയ്താൽ മതി. x of t എന്താണ്? x of t is equal to 2 cos 250 pi into t എന്നല്ലേ x of t. സോ സാമ്പിൾഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഓർ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ?
That is equal to what? X of NTS അല്ലേ? സാമ്പിൾഡ് ഔട്ട്പുട്ട് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാ? X of NTS എന്നല്ലേ? ഡൗട്ട് ഉണ്ടോ? സാമ്പിൾഡ് ഔട്ട്പുട്ട് ഓർ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വി ആർ റെപ്രസെന്റിംഗ് ബൈ X of NTS. അത് ക്ലിയർ അല്ലേ? Okay. So in this equation, instead of X of t, we have to write X of NTS. That is equal to 2 cos 250 pi 2 cos 250 pi 2 cos 250 pi into instead of t എന്ത് എഴുതണം നമ്മൾ? ടി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈമിലാണ്. ഇവിടെ എക്സ് ഓഫ് ടിക്ക് പകരം എൻ ടി എസ് എഴുതി അല്ലേ? സോ ഇവിടെ ടിക്ക് പകരം എന്ത് എഴുതണം? എൻ ടി എസ്. ഓക്കെ, ആൻഡ് ടി എസ് എത്രയാണ് നമുക്ക് കിട്ടി? 4 മില്ലി സെക്കൻഡ്സ് ആണ്. എന്നിന്റെ വാല്യൂ നമുക്ക് അറിയില്ല, ബട്ട് ടി എസിന്റെ വാല്യൂ നമുക്ക് അറിയാം. എത്രയാണ്? 4 മില്ലി സെക്കൻഡ്സ് ആണ്. നമ്മളത് മുകളിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ ഇവിടെ എന്ത് ചെയ്യാം? എക്സ് ഓഫ് എൻ ടി എസ് നമ്മൾ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് 250 പൈ ഇൻറ്റു എൻ അതുപോലെ തന്നെ എഴുതാം, ഇൻറ്റു ടി എസിന്റെ വാല്യൂ എത്രയാണ്? 4 ഇൻറ്റു 10⁻³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബട്ട് എന്തുകൊണ്ടാണത്? നിക്വിസ്റ്റ് റേറ്റ് ഇറ്റ് ഈസ് സാമ്പിൾഡ് അറ്റ് നിക്വിസ്റ്റ് റേറ്റ് എന്ന് പറയുന്നുണ്ട്. സോ എഫ് എസ് ഇസ് ഈക്വൽ ടു 2FM റേഞ്ചിലാണ് അത് സാമ്പിളിംഗ് ചെയ്യുന്നത്. അതിൽ നിന്ന് എഫ് എസ് കിട്ടുന്നത് 250 ഹെർട്സ് ആണ്. അതിൽ ടി എസിന്റെ വാല്യൂ എത്രയാണ്? 1/FS ആണ്. ദാറ്റ് ഇസ് 1/250 4 മില്ലി സെക്കൻഡ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻപുട്ട് വന്ന സിഗ്നൽ നോക്കുക. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 2 cos 250 pi t. അതിൽ ടിക്ക് പകരം എൻ ടി എസ് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? സാമ്പിൾഡ് ഔട്ട്പുട്ട് ആയി. ഓക്കെ, അപ്പൊ എൻ ടി എസ് രണ്ടിലും കൊടുക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കൊടുക്കുക. ദെൻ ടി എസിന്റെ വാല്യൂ നമുക്കറിയാം. യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ. ഓക്കെ, എന്നിട്ട് ഞാൻ അതിന്റെ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്ര കിട്ടുക നോക്കിയേ. is equal to x of NTS is equal to 2 cos, ഇവിടെ നോക്കിയേ, 250 into 4 1000 കിട്ടി അല്ലെ? 1000 into 10⁻³ ആണ്. സോ 1000/1000 വരും, ദാറ്റ് ഈസ് 1 വരും. സോ നെക്സ്റ്റ് ലെഫ്റ്റ് ആയിട്ടിരിക്കുന്ന എന്താ? പൈ ഇൻറ്റു എൻ ഇൻറ്റു 1. സോ 2 cos pi n. So this is the answer, or this is the sampled output if we are sampling at the Nyquist rate. That is x of NTS is equal to 2 cos pi n. Clear or not? Is it clear? Okay. So എന്താണ് ഇൻപുട്ട് തന്ന സിഗ്നൽ? അതിൽ ടിക്ക് പകരം എൻ ടി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. n is equal to at a particular sample എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ തന്നില്ലെങ്കിൽ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, തന്നിരിക്കുന്ന വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ ആയി. ആ രീതിയിലെ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ചോദിക്കുന്നതാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. സെക്കൻഡ് വൺ, ഫൈൻഡ് ദ Nyquist rate of the signals. Find the Nyquist rate of the signals. Okay, signals one signal madi. Find the Nyquist rate of the signal. X of t is equal to 1 plus cos 200 pi t plus sin 400 pi t. Find the Nyquist rate of the signal. X of t is equal to 1 plus cos 200 pi t plus sin 400 pi t. Nyquist rate കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാട്ടെ.
നിക്വസ്റ്റ് റേറ്റ് എന്താണ്, അതിന്റെ ഇക്വേഷൻ നോക്കുക, അതിൽ എന്താണ് വേണ്ടത്, വി ഹാവ് ടു ഫൈൻഡ് എഫ് എം. ഓക്കെ, സോ തന്നിരിക്കുന്ന എക്സ് ഓഫ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഇസ് എഫ് എം. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്നൽസ്, തന്നിരിക്കുന്ന സിഗ്നലിലുള്ള മാക്സിമം ഫ്രീക്വൻസി കോമ്പണന്റ് ആണ്. ഒന്ന് വേഗം കണ്ടുപിടിച്ച ആൻസർ പറഞ്ഞേ. എഫ് എം കിട്ടിയോ? എഫ് എം എത്ര കിട്ടിയത്? ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ എന്താണ്, 2 ഫ്രീക്വൻസി കോമ്പണൻസ് ഉണ്ട് അല്ലെ. കോസ് 200πt ഉണ്ട്, ഓൾസോ സൈൻ 400πt ഉണ്ട്. സോ ഹിയർ ω1 is equal to what, 200π. Okay, so f1 is equal to what, ω1 by 2π. That is equal to 200π divided by 2π. That is equal to what? That is equal to 100. Okay, and here another frequency component ω2. Okay, so ω2 is equal to 400π. Therefore f2 is equal to ω2 divided by 2π. That is equal to 400π divided by 2π. Pi cancel, 400 by 2, 200. So one is 200 hertz and another is 100 hertz. Okay, so ഇവിടെ രണ്ട് ഫ്രീക്വൻസി കോമ്പണൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ എഫ് എം ഏതായിരിക്കും? എഫ് എം ഇസ് ഈക്വൽ ടു എഫ് എം എത്രയാണ് നോക്കൂ, ഒന്ന് 100 ഹെർട്സ് ആണ്, ഒന്ന് 200 ഹെർട്സ് ആണ്. അപ്പൊ ഇതിൽ എഫ് എം എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ഫ്രീക്വൻസി. യെസ്, മാക്സിമം ഫ്രീക്വൻസി കോമ്പണന്റ് പ്രസന്റ്. ഓക്കെ, സോ എഫ് എം ഇസ് ഈക്വൽ ടു 200 ഹെർട്സ്. Then what is fs or Nyquist rate? എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ Nyquist rate എന്നാണല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ Nyquist rate fs is equal to 2fm. That is equal to 2 into 200. That is equal to 400 hertz. So this is the Nyquist rate. അല്ലേ? ഇനിയിപ്പോൾ Nyquist റേറ്റിന് ഡയറക്റ്റ് ചോദിക്കാതെ ചിലപ്പോൾ ചോദിക്കാം what is the minimum sampling rate to avoid aliasing. അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡയറക്റ്റ് ചോദിച്ചില്ല, Nyquist റേറ്റ് എന്താണെന്ന് ചോദിച്ചില്ല. But instead of that they are asking find out the minimum sampling rate to avoid aliasing. അങ്ങനെ ചോദിച്ചാലും എന്താണ്, fs is equal to 2fm ആണ്. ബിക്കോസ് ഇതാണ് മിനിമം സാമ്പിളിംഗ് റേറ്റ് ടു അവോയ്ഡ് aliasing. Okay, fs is equal to 2fm.
എത്രയാണ് 400 ഹെർട്സ്. ഇത് ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് ചിലപ്പോൾ ഡിഫറെന്റ് ഇക്വേഷൻസ് തരാം. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇതുപോലെ എന്താ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ് തരാം. സോ അതിൽ നിന്ന് ഓരോ ഫ്രീക്വൻസിയും കണ്ടുപിടിക്കുക, അതിൽ മാക്സിമം ഫ്രീക്വൻസി എടുത്തിട്ട് ചെയ്യാം. ഇനി ഇങ്ങനെയല്ല, ഇപ്പൊ സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ എന്നൊക്കെ തന്നിട്ട് ടേംസ് തരാം. അപ്പൊ അതൊക്കെ നമ്മൾ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റി അതിന്റെയൊക്കെ ഫ്രീക്വൻസി കോമ്പണന്റ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അത് ഒന്ന് രണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോട്ടിൽ ഞാൻ തന്നിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ഒരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. വൺ സെക്കൻഡ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹലോ, ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീന് വിസിബിൾ ആവുന്നുണ്ടോ? സ്ക്രീന് വിസിബിൾ ആണോ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റൈറ്റ് ഓൺ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കും. Let f of t be a signal with the spectrum as shown below. ഇതാണ് സ്പെക്ട്രം. ഓക്കെ, എഫ് ഓഫ് ഒമേഗ തന്നിട്ടുണ്ട്, അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം തന്നിട്ടുണ്ട്, -300 പൈ ടു 300 പൈ. ഓക്കെ, അതെന്താണ്? -ωm ടു ωm. ഓക്കെ, -ωm പകരം -300 പൈ ഒമേഗ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റിക്വസ്റ്റ് സിഗ്നൽ എക്സ് ഓഫ് എഫ് ഓഫ് ടിയുടെ റിക്വസ്റ്റ് ഫ്രീക്വൻസി? Okay, then second question, suppose the signal is sampled by a impulse train dou of fst, dou of s of t, that is summation k is equal to -infinity to infinity dou of t minus kt, where t is the sampling period and fs is the sampling frequency. Sketch the spectrum of sampled signals with the fs is equal to 200 hertz, first one, and fs is equal to 400 hertz. And third question, specify whether the original signal can be recovered from the samples in each case. മോളിൽ പറഞ്ഞിരിക്കുന്ന 2 കേസ്, എഫ് എസ് ഈക്വൽ ടു 200 ഹെർട്സിലും എഫ് എസ് ഈക്വൽ ടു 400 ഹെർട്സിലും നമുക്ക് ആ സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒറിജിനൽ സിഗ്നൽ റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഒന്ന് വേഗം ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ. ക്വസ്റ്റ്യൻ കുറേ ഉണ്ട്, ബട്ട് സിമ്പിൾ ആണ് ചെയ്യാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട, വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും സിമ്പിൾ ആണ്. വേഗം ഒന്ന് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ.
ആ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ആ സ്പെക്ട്രം വരച്ചു വെക്കുക. First question, what is the Nyquist frequency of the signal f of t? Okay. Question എഴുതിയെടുത്തോ? Question complete ആയോ? Okay, good. So first question എന്താണ്? What is the Nyquist frequency of the signal x of t? തന്നിരിക്കുന്ന സിഗ്നൽ ഇതാണ്, അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് അതിന്റെ Nyquist frequency കണ്ടുപിടിക്കണം. Okay, that is Nyquist rate. നമുക്കറിയാം -300 to 300 പൈ ടു 300 പൈ വരെയാണ് ഉള്ളത്. സോ ഒമേഗ എമ്മിന്റെ വാല്യൂ എത്രയാണ്? 300 പൈ ആണ് അല്ലേ? അപ്പം നമുക്ക് ഒമേഗ എം ഡയറക്ട്ലി അതിൽ കിട്ടിയില്ലേ? ഫസ്റ്റ് കേസ് എന്താണ്? ഫസ്റ്റ് കേസിൽ എന്താണ് തന്നിരിക്കുന്ന ഫിഗർ ഇങ്ങനെയാണ്. മൈനസ് ഓഫ് ഒമേഗ ആണ്. എത്ര കിട്ടി? 300 പൈ കിട്ടി അല്ലേ? ബിക്കോസ് നമ്മുടെ സിഗ്നൽ -m ആണ് വാല്യൂ. So we have omega m is equal to 300 pi. m is equal by 2 pi. അല്ലേ? omega m by 2 pi. That is equal to 150 hertz. FM എത്ര കിട്ടി? 150 hertz കിട്ടി. എന്താ കണ്ടുപിടിക്കേണ്ടത്? Nyquist frequency അല്ലേ? That is fs. That is equal to 2 fm ആയിരിക്കും Nyquist frequency. That is equal to 2 into 150. That is equal to 300 hertz. So ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എത്രയാണ്? 300 ഹെർട്സ്. സിമ്പിൾ ആണ്. ഒമേഗ എം കിട്ടിയിട്ടുണ്ട് ഫിഗറിന്ന്, അതിന്റെ വാല്യൂ വെച്ചിട്ട് എഫ് എം കണ്ടുപിടിക്കുക. എഫ് എസ് ഇസ് ഈക്വൽ ടു 2 എഫ് എം. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സപ്പോസ് ദ സിഗ്നൽ ഈസ് സാമ്പിൾഡ് ബൈ ആൻ ഇമ്പൾസ് ട്രെയിൻ. ഓക്കെ, പി ഓഫ് ടിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. Where t is the sampling period and fs is the sampling frequency. Sketch the spectrum of sampled signals with fs equal to 200 Hz and fs equal to 400 Hz. ഇതേ സിഗ്നൽ തന്നെ നമ്മൾ സാമ്പിളിംഗ് ഫ്രീക്വൻസി കൊടുക്കുന്നത് 200 ഹേർട്സും 400 ഹേർട്സും ആണെങ്കിലുള്ള നമ്മുടെ സാമ്പിൾഡ് ഔട്ട്പുട്ടിന്റെ ഫിഗർ സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതും എന്താണ്? സിമ്പിൾ ആണ്. വി ആർ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് fs അല്ലേ? നമ്മുടെ ഇതിന് വേണ്ട മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? നമുക്ക് എന്താണ് Nyquist റേറ്റിൽ, അക്കോർഡിംഗ് ടു Nyquist റേറ്റ് നമുക്ക് എഫ് എം ഇസ് ഈക്വൽ ടു 300 ഹേർട്സ് കിട്ടി. അപ്പൊ നമുക്ക് മിനിമം 300 ഹേർട്സിലെങ്കിലും നമ്മൾ സാമ്പിളിംഗ് ചെയ്താലേ നമുക്ക് നീറ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ.
ഫസ്റ്റ് കേസ് എത്രയാണ്? fs is equal to 200 hertz ആണ് അല്ലേ, which is less than 300 hertz. That is 2fm-നെക്കാളും കുറവാണ് അല്ലേ. ഫസ്റ്റ് കേസിൽ fs equal to 200 hertz ആണ് തന്നത്. ബട്ട് നമ്മുടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി 300 hertz എന്ന മിനിമം വേണം. അതാണ് നിക്വസ്റ്റ് റേറ്റ്. 2fm is equal to 300 hertz ആണ്. സോ നമ്മൾ ഔട്ട്പുട്ട് വരക്കുന്ന അതിന്റെ വേവ് ഫോം എങ്ങനെയായിരിക്കും? അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഗാർഡ് ബാൻഡ്സ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത് ഓവർലാപ്പിംഗ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ടായിരിക്കുമോ ഇങ്ങനെ ഉണ്ടാവുക? ഓവർലാപ്പിംഗ് ആയിരിക്കുമോ, ഗാർഡ് ബാൻഡ്സ് ഉണ്ടാവുമോ? ഇങ്ങനെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരയ്ക്കുന്ന വേവ് ഫോം ഉണ്ടാകുക. യെസ്, ഓവർലാപ്പ് ചെയ്തിരിക്കും. യെസ്, ഗുഡ്. സോ ഇതുപോലൊരു സ്പെക്ട്രം ഇനി ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു മനസ്സിലായി. എത്ര ഫ്രീക്വൻസി കോമ്പണന്റ് അത് മിക്സിംഗ് ആയിരിക്കും? ഒന്ന് 200 ആണ്, ഒന്ന് 300 ആണ് അല്ലേ. 300 ആണെങ്കിൽ ദേ ആർ ജസ്റ്റ് ടച്ചിങ്. ഇനി ഒന്ന് 400-ഉം ഒന്ന് 300-ഉം ആണെങ്കിൽ എന്താണ്, അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടൊരു 100-ന്റെ ഡിഫറൻസ് ഉണ്ടാവും. ബട്ട് ഇവിടെ എന്താണ്, 200-ഉം 300-ഉം ആണ്. സോ ഓവർലാപ്പ് ചെയ്യുന്നത് എത്ര ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും? നമുക്ക് നോക്കാം, വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫണ്ടമെന്റൽ വരയ്ക്കാം. ഇവിടെ നമ്മൾ എപ്പോഴും fs ഓഫ് ഒമേഗ എന്ന് കാണിക്കണം ഡിസ്ക്രീറ്റ് സീക്വൻസ് ആകുമ്പോൾ. ഇത് എത്രയായിരിക്കും? മൊത്തത്തില് എത്രയാണ്? 300 ഹെർട്സ് ആണ് അല്ലെ. ഇവിടെ -150-ഉം ഇവിടെ 150 ആയിരിക്കില്ലേ? മൊത്തം 300 അല്ലേ. മൊത്തം 300 ആണെങ്കിൽ ഇവിടെ 150, നെക്സ്റ്റ് -150. ഇനി അടുത്തൊരു സിഗ്നൽ ഇതുപോലെ വരും അല്ലെ, ഓവർലാപ്പ് ചെയ്ത് ഇതുപോലെ വരും. ഇപ്പോഴാണെങ്കിലും ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് വരും. ഇങ്ങനെയാണ് ഫിഗർ വേണ്ടത്. ഇനി ഓവർലാപ്പ് ചെയ്യുന്ന ആ ഫ്രീക്വൻസീസിന്റെ വാല്യൂ നമ്മൾ എഴുതി കാണിക്കണം. ഓക്കെ, ഓക്കെ, അത്ര വരെ എഴുതിയിട്ടുണ്ടാവില്ലേ? ഫസ്റ്റിന്റെ ആൻസർ എഴുതിയിട്ടുണ്ടാവില്ലേ? ഫസ്റ്റ് കേസിൽ fs ഈക്വൽ ടു 300 ഹെർട്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് കേസിൽ fs is equal to 200 ഹെർട്സ് ആണ്. അത് വിച്ച് ഇസ് ലെസ് ദാൻ 2fm അല്ലേ, ബിക്കോസ് 2fm എന്ന് പറയുന്നത് 300 ഹെർട്സ് ആണ്. അപ്പൊ ഇത് വരക്കുകയാണെങ്കിൽ ഇതുപോലെ ഓവർലാപ്പ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, ഓവർലാപ്പിംഗ്, ഇവിടെ ഓവർലാപ്പിംഗ്, ഇവിടെ ഓവർലാപ്പിംഗ്, ഇവിടെ ഓവർലാപ്പ് ഉണ്ടാവും. ആക്ച്വൽ ഫണ്ടമെന്റൽ ഇത് fs ഓഫ് ഒമേഗയാണ്, എക്സ് ആക്സിസിൽ ഒമേഗ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത് എത്ര വരും? ഇത് ഇത് 50 ആയിരിക്കും. അതെങ്ങനെ വന്നെന്ന് മനസ്സിലായോ? എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? 50 - 50 എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? ഡിഫറൻസ് എത്രയാ? ഒന്ന് 200 ആണ്, ഒന്ന് 300 ആണ് അല്ലെ. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 100 ആണ്. അപ്പൊ 100 ഫ്രീക്വൻസി അത്രയും റേഞ്ചിൽ എന്ത് ചെയ്യും? അത് ഓവർലാപ്പ് ചെയ്ത് കിടക്കും. ഓക്കെ, അപ്പൊ 150-ന്ന് 100 കുറച്ചാൽ എത്രയാണ്? 50 ആണ്. സോ അതാണ് ഇവിടെ 50 വന്നത്. -150-ന്ന് 100 കുറച്ചാൽ -50 ആണ്. സോ അതാണ് ഈ റേഞ്ചിൽ -50 വന്നത്. മനസ്സിലായോ? ഇവിടെ എത്രയായിരിക്കും? ഇത് 200 ആയിരിക്കും. ഇത് എത്രയായിരിക്കും? ഇത് -200 ആയിരിക്കും. fs ന് ഒമേഗ എസിന്റെ വാല്യൂസ്. ഇത് ക്ലിയർ ആണോ? നമ്മൾ എപ്പോഴും സ്പെക്ട്രം വരയ്ക്കുമ്പോൾ അതിന്റെ സെന്ററിൽ നമ്മുടെ ഒമേഗ എമ്മിന്റെ വാല്യൂസ് ഉണ്ടാവും. അതിന്റെ തൊട്ട് രണ്ട് സൈഡിലും സൈഡ് ബാൻഡ്സ് ആയിട്ട് ഒമേഗ എസ് ആണ് ഉണ്ടാകുക. ഓക്കെ, അപ്പൊ ഇവിടെ -150 to 150 വരച്ചു. ദെൻ ഓവർലാപ്പ് ചെയ്യുന്നത് എത്രയാ? 100 റേഞ്ചിലാണ് അല്ലെ, 200 to 300. സോ 150-ന്ന് -100 ചെയ്ത 50. ഇനി ബി ആണെങ്കിൽ നോക്കിയേ, fs is equal to 400 ഹെർട്സ് ആണ് അല്ലെ. 400 ഹെർട്സ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 2fm, ദാറ്റ് ഈസ് ഈക്വൽ ടു 300 ഹെർട്സിനെക്കാളും ഹയർ ആണ്. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ദേ ആർ നോട്ട് ഓവർലാപ്പിംഗ്. ഇതുപോലെ വരും. ദർ ഇസ് എ ഗ്വാഡ് ബാൻഡ് ബിറ്റ്വീൻ ഈച്ച് സിഗ്നൽസ്.
or each waveforms. ഇതുപോലെ വരും. ഇവിടെ എത്രയാ? -150 ആണ്, ഇത് 150 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇവിടെ എത്രയാണ്? നെക്സ്റ്റ് ഒമേഗ എസ് വരുന്നത് 400 ആണ്, -400 ആണ്. ഓക്കെ, ഇപ്പൊ 400 ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര ഉണ്ടാവും? 200 ഉണ്ടാവും. അതിന്റെ റൈറ്റ് സൈഡിലേക്ക് 200 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ 150 ഓൾറെഡി ഇവിടെ ഉണ്ട്. ദെൻ ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ക്വാഡ് ബാൻഡിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 100 ആയിരിക്കും. ബിക്കോസ് 400ഉം 300ഉം തമ്മിലുള്ള ഡിഫറൻസ് 100 ആണ്. സോ 150 പ്ലസ് 100, ഈ പോയിന്റ് എത്ര വരും? 250. ഓക്കെ, ഇവിടെ എത്ര വരും? -250. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് FS = 400 ഹെർട്സിന്റെ സ്പെക്ട്രം. അപ്പൊ നിങ്ങളോട് 2 കേസിലും സ്പെക്ട്രം ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തേർഡ് ക്വസ്റ്റ്യൻ, സ്പെസിഫൈ വെദർ ദ ഒറിജിനൽ സിഗ്നൽ ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദ സാമ്പിൾസ് ഇൻ ഈച്ച് കേസ്. ഇതിൽ ഏത് കേസിലാണ് നമുക്ക് സിഗ്നൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക, റിക്കവർ ചെയ്യാൻ പറ്റുക? കേസ് എ FS = 200 ഹെർട്സ് ആൻഡ് കേസ് ബി FS = 400 ഹെർട്സ്. ഏതിലാണ് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക? ബിയിൽ അല്ലേ? യെസ്, റൈറ്റ്, ഗുഡ്. സോ തേർഡിന്റെ ആൻസർ എന്ത് എഴുതണം? ഒറിജിനൽ സിഗ്നൽ x of t can be reconstructed when only if fs is equal to 400 hertz. Okay, ഈ കേസിൽ എന്താണ്? aliasing occurs. സോ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് സെക്കൻഡ് കേസിൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ഫ്രീക്വൻസീസിന്റെ വാല്യൂസ് എഴുതിയിരിക്കുന്നത് ഒന്നും കൂടി നിങ്ങൾ നോക്കുക, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. അത് സിമ്പിൾ ആണ്. ഇത് 200 ആണ്, 300 ആണ്. സോ ഡിഫറൻസ് 100 ആണ്. ബട്ട് FS കുറവായത് കൊണ്ട് ഓവർലാപ്പ് ചെയ്യും. ഇവിടെയും 100 ആണ് ഡിഫറൻസ്, ബട്ട് FS കൂടുതലായത് കൊണ്ട് ദർ ഇസ് എ ക്വാഡ് ബാൻഡ് ബിറ്റ്വീൻ ഈച്ച് വേവ് ഫോംസ്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിലും 2-3 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിപ്പോ ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ തേർഡ് മൊഡ്യൂളും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ PPT ഷെയർ ചെയ്ത് തരാം. സോ വേഗം ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞേ.